നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിട്ടിയിലുണ്ടായ SDPI മുസ്ലിം ലീഗ് സംഘർഷം. 2 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. ആറളം പരിപ്പുതോട്ടിൽ ആദിവാസികൾക്കായി നിർമ്മിച്ച നവജീവൻ മാതൃകാ ഗ്രാമം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു. നെടുമ്പോയിൽ 25-ാം മൈൽ ഫോറസ്റ്റിൽ വാഷടക്കം യുവാവ് അറസ്റ്റിൽ. ന്യൂസ് ടൈം സ്പെഷ്യൽ. നാടിന്റെ വികസനം മുരടിപ്പിക്കുന്ന ഹർത്താൽ സമരമുറ നമുക്ക് ആവശ്യമാണ്. വാർത്തകൾ വിശദമായി. ഇരിട്ടിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ SDPI മുസ്ലിം ലീഗ് സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 SDPI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉളിയിൽ സ്വദേശികളായ ഹബീബ മൻസിലിൽ ഹബീബ്, പാറമ്മൽ പുതിയപുരയിൽ നൌഫൽ എന്നിവരാണ് അറസ്റ്റിലായത്. 13 പ്രതികൾ ഒളിവിലാണ്. ആറളം പരിപ്പുതോട്ടിൽ ആദിവാസികൾക്കായി നിർമ്മിച്ച നവജീവൻ മാതൃകാ ഗ്രാമം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു. നിർമ്മാണം പൂർത്തിയായി മാസങ്ങളായിട്ടും ഉദ്ഘാടനം നീളുകയാണ്. 24 കുടുംബങ്ങൾക്കായി 1 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വീടുകളിൽ ഇപ്പോൾ 14 കുടുംബങ്ങളാണ് താമസമുള്ളത്. മറ്റു വീടുകളിൽ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2006-ലാണ് പരിപ്പുതോട് 25 ഏക്കറിൽ നവജീവൻ മാതൃകാ ഗ്രാമം നിർമ്മാണം തുടങ്ങിയത്. 24 കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം ചെലവിട്ട് വീട് നിർമ്മാണവും തുടങ്ങി. കൂടാതെ 1 ഏക്കറിൽ ശിശുമന്ദിരവും സാംസ്കാരിക നിലയവും നിർമ്മിച്ചു. ഒരു കുടുംബത്തിന് 1 ഏക്കർ സ്ഥലമാണ് ഇവിടെ നൽകിയത്. 2010 മാർച്ചിൽ നവജീവൻ ഗ്രാമം ഉദ്ഘാടനം ചെയ്യുമെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചത്. എന്നാൽ ഇത് യാഥാർത്ഥ്യമായില്ല. വീട് നിർമ്മിച്ച 14 കുടുംബങ്ങൾ ഇവിടെ താമസം തുടങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരോടും താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് സെക്രട്ടറി അറിയിച്ചു. നവജീവനിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് ജീവിതോപാധി ഒരുക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ റബ്ബർ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവൃത്തി ജൂണിൽ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നും സെക്രട്ടറി അറിയിച്ചു. നെടുമ്പോയിൽ 25-ാം മൈലിൽ ഫോറസ്റ്റിൽ നിന്നും 20 ലിറ്റർ വാഷടക്കം യുവാവ് അറസ്റ്റിൽ. ചേക്കേരി പാറക്കാടൻ ചന്തുവാണ് അറസ്റ്റിലായത്. പേരാവൂർ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പോൾ രാജ്, ജോസ് ED, ഗാർഡ്മാരായ സനലേഷ്, ബിജു K, രജീഷ്, ബാബു, പവിത്രൻ എന്നിവരുടെ അടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വികലാംഗർ നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം DAWF-ന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് ശ്രീകണ്ഠാപുരത്ത് സ്വീകരണം നൽകി. മധു അധ്യക്ഷത വഹിച്ചു. 11ാം പഞ്ചവത്സര പദ്ധതിയിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ളതനുസരിച്ച് ശാസ്ത്രീയമായ രീതിയിൽ രാജ്യത്തെ വികലാംഗരുടെ സെൻസസ് എടുക്കുക, വികലാംഗർക്ക് ഐഡന്റിറ്റി കാർഡ് നൽകുക, വികലാംഗക്ഷേമ വകുപ്പ് രൂപീകരിക്കുക, എല്ലാ ലോക്കൽ ട്രെയിനുകളിലും കൺസ്ട്രക്ഷൻ ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വികലാംഗർ നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് ജില്ലാ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ശ്രേയസ് കോളിത്തട്ട് യൂണിറ്റ് രജത ജൂബിലി ആഘോഷവും ഗ്രാമോത്സവവും നടന്നു. സാംസ്കാരിക സമ്മേളനം ശ്രേയസ് മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് പൊയ്കമണിൽ ഉദ്ഘാടനം ചെയ്തു. ശ്രേയസ് യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോസ് ജോൺ അഞ്ചിക്കര അധ്യക്ഷത വഹിച്ചു. രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ആനക്കുഴിയിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര കോളിത്തട്ടിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഫാദർ ജോസ് ജോൺ അഞ്ചിക്കര, KG നന്ദനൻകുട്ടി, ഫാദർ വർഗീസ് താന്നിക്കുഴി, ഫാദർ റോയ്, സാജൻ വർഗീസ്, ഫിലിപ്പോസ് വടശ്ശേരിയിൽ, റിൻഡോ മാത്യു, മോളി ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകണ്ഠാപുരം മലപ്പട്ടത്ത് ഭഗത് സിംഗ് വായനശാലയുടെ 40ാം വാർഷികാഘോഷം ഈ മാസം 20-ന് നടക്കും. ഇതിന്റെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ ശ്രീകണ്ഠാപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പട്ടം പഞ്ചായത്ത് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ശ്രദ്ധേയമായ സംഭാവന നൽകിയ ഗ്രന്ഥാലയമാണിത്. 1970-ൽ മുൻ MLA കുഞ്ഞിക്കണ്ണനാണ് ഗ്രന്ഥാലയം ഉദ്ഘാടനം ചെയ്തത്. ഈ വായനശാലയുടെ വാർഷികം വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ നടത്തപ്പെടുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CKP പത്മനാഭൻ MLA ഉദ്ഘാടനം ചെയ്യും. 20-ാം തീയതി നടക്കുന്ന ആഘോഷത്തിന്റെ സമാപന സമ്മേളനം CPI സംസ്ഥാന കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പായം ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ആശുപത്രി കെട്ടിട ഉദ്ഘാടനം KK ശൈലജ MLA നിർവഹിച്ചു. നമ്മുടെ കേരളം ഈ ആരോഗ്യ മേഖലയിൽ ഒമ്പിച്ച നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. കേരളത്തിലെ മനുഷ്യർക്ക് രോഗാതുരത കൂടുതലാണ് എന്നൊരു വിമർശനം പൊതുവെ ഉണ്ടാകുന്നുണ്ട്. അത് നാം പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ചെറിയ രോഗമുണ്ടെങ്കിലും വലിയ രോഗമാണെന്ന് പേടിച്ചിട്ട് ആശുപത്രിയിൽ പോകുന്ന സ്വഭാവം കേരളീയർക്കാണ് കൂടുതലെന്നാണ്
ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് സൺഡേ സ്കൂൾ വാർഷികാഘോഷം നടന്നു. ഫാദർ ചാക്കോ കൂടപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ആന്റണി തെക്കേമുറി, അബ്രഹാം വലിയമറ്റം, ഏഞ്ചൽ പാലമറ്റം, പോൾ പായിക്കാട്ട്, ജെയിംസ് മന്നംകുളം, ജോസ് മൈന്തോട്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. വേനൽ ചൂട് ക്രമാതീതമായി കൂടുകയാണ്. ഇതോടെ മലയോരത്തെ ജലസ്രോതസ്സുകളെല്ലാം വറ്റിവരണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയാകുന്നതോടെ നഗരങ്ങളിൽ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളതെന്ന് യാത്രക്കാർ പറയുന്നു. ചൂട് കൂടുതലാണ് ഈ വർഷം. പുറത്തേക്ക് ഇറങ്ങാനാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. വെയിലിന്റെ ചൂട് കാരണം ടൗണിലൊക്കെ ജീവിതം, ടൗണിൽ നിന്നല്ല ഗ്രാമങ്ങളിലാണെങ്കിലും പൊതുവെ ശക്തമായ ചൂടുകാലം. ശ്രീകണ്ഠാപുരത്ത് 2010-11 വർഷത്തേക്കുള്ള ശ്രീകണ്ഠാപുരം പ്രസ് ഫോറം ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി മാതൃഭൂമി ലേഖകൻ CP രാജീവൻ, സെക്രട്ടറിയായി ന്യൂസ് ടൈം റിപ്പോർട്ടർ ഷിജു കോട്ടൂർ, വൈസ് പ്രസിഡന്റായി മാധ്യമം ലേഖകൻ P മനൂപ്, ജനറൽ സെക്രട്ടറിയായി കേരള കൗമുദി റിപ്പോർട്ടർ PV ഷിജു, ട്രഷററായി മനോരമ റിപ്പോർട്ടർ NV പ്രേമാനന്ദൻ എന്നിവരെയും തിരഞ്ഞെടുത്തു. ഇടയ്ക്കിടെ ശ്രീകണ്ഠാപുരം മേഖലയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയുണ്ടാകുന്ന അക്രമത്തിൽ യോഗം പ്രതിഷേധിച്ചു. പായം മേഖലയിൽ ഓട്ടുറുമ ശല്യം രൂക്ഷമാകുന്നു. ഓട്ടുറുമയെ പേടിച്ച് വീട് വിട്ടുപോയവർ വരെ ഈ പ്രദേശത്തുണ്ട്. പുതുമഴ തുടങ്ങുന്ന സമയത്താണ് ഓട്ടുറുമയെ കൂടുതലായി കണ്ടുവരുന്നത്. സന്ധ്യാസമയങ്ങളിൽ ഇവ കൂട്ടത്തോടെ പറന്നെടുക്കുന്നു. ഭക്ഷണത്തിലും ചെവിയിലും കണ്ണിലുമെല്ലാം ഓട്ടുറുമ കയറുന്നത് മൂലം ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ ബൈക്കിൽ യാത്ര ചെയ്യുന്നവർക്കും ഇവ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ബൈക്ക് യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നുണ്ട് സന്ധ്യാസമയത്താണ്. അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കോ വീടുകളിൽ സന്ധ്യാസമയത്ത് ലൈറ്റ് ഇട്ടാൽ വീടുകളിലൊക്കെ ശല്യമുണ്ട്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൽ ഭക്ഷണത്തിലൊക്കെ വീഴുന്നുണ്ട്. മരുന്നടിച്ചാൽ 2, 3, 4 ചാക്ക് കൊണ്ട് തോട്ടിൽ കൊണ്ട് ചാടും. പിന്നെ ആദ്യം വരും. എത്ര നമ്മൾ കൊണ്ട് ചാടുന്നുണ്ട്. റബ്ബർ തോട്ടങ്ങൾ കൂടുതലായുള്ള സ്ഥലങ്ങളിലാണ് ഇവയെ ധാരാളം കണ്ടുവരുന്നത്. ഇവയുടെ ശല്യം മൂലം വീട് വിട്ടുപോയവർ വരെ പായത്തുണ്ട്. കാടമുണ്ടയിലെ മാണിക്കോത്ത് കരുണാകരൻ, നാമത്ത് പ്രഭാകരൻ, കാപ്പാടൻ കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ, വെള്ളുവ പ്രവീൺ എന്നിവരുടെ വീടുകളിലാണ് ഓട്ടുറുമയുടെ ശല്യം കൂടുതലായി കാണുന്നത്. പായം പ്രദേശങ്ങളിൽ കരിവണ്ട് ശല്യം രൂക്ഷമാവുകയാണ്. ഇതിനെതിരെ എന്ത് ചെയ്യണമെന്നറിയാതെ വലയുകയാണ് ജനങ്ങൾ. ന്യൂസ് ടൈമിന് വേണ്ടി ഉന്മേഷ് പായം. പുതുഞായർ ആചരണത്തിന്റെ ഭാഗമായി കൊളക്കാട് സെന്റ് തോമസ് മൗണ്ടിലേക്ക് കുരിശിന്റെ വഴി നടന്നു. ആയിരക്കണക്കിന് വിശ്വാസികൾ കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തു. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ചരമം. വെളിമാനം വാഴും പറമ്പിൽ വർഗീസ് നിര്യാതനായി. 100 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 3 മണിക്ക് വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ പള്ളി സെമിത്തേരിയിൽ. കുടിയാമല ജോൺ കുറിച്ചിയിൽ നിര്യാതനായി. 80 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിട്ടിയിലുണ്ടായ SDPI മുസ്ലിം ലീഗ് സംഘർഷം. 2 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. ആർളം പരിപ്പുതോട്ടിൽ ആദിവാസികൾക്കായി നിർമ്മിച്ച നവജീവൻ മാതൃകാ ഗ്രാമം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു. നെടുമ്പോയിൽ 25-ാം മൈൽ ഫോറസ്റ്റിൽ വാഷടക്കം യുവാവ് അറസ്റ്റിൽ. ന്യൂസ് ടൈം സ്പെഷ്യൽ. നാടിന്റെ വികസനം മുരടിപ്പിക്കുന്ന ഹർത്താൽ സമരമുറ നമുക്ക് ആവശ്യമോ? വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.